ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ലൈക്ക് ആൻഡ് ലൈവിലെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗസ്റ്റ് നമ്മുടെ സ്വന്തം ഹരിതയാണ്. ചെമ്പരത്തിയിലും ഈ പുഴ കടന്ന് അതിലുള്ള ഗംഗയാണ്. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടെ അറിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരിത, വെൽക്കം. താങ്ക് യു സോ മച്ച്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പൂജപ്പുരയിലുള്ള ലയൺസ് ജിമ്മിലാണ്. ഏറ്റവും കോമഡി, നമ്മൾ രണ്ടുപേരും ഈ ജിമ്മിലാണ് വർക്കൗട്ടിന് വരുന്നത്. പക്ഷെ ഇന്ന് വരെ നമ്മൾ കണ്ടുമുട്ടിയിട്ടില്ല. രാവിലെ ഞാൻ വരുമ്പോൾ ഇവർ പറയും സുമി ഉച്ചയ്ക്ക് വരുന്നുണ്ടോ. നമ്മൾ ടൈം വ്യത്യാസമുണ്ട്, ഷൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ വരുന്നത്. നമ്മൾ ടൈം വ്യത്യാസമുണ്ട്. അതെ, ഓക്കെ. അപ്പം എന്തായാലും എന്ത് പറയാനാ, അപ്പം എന്താണ് ഹരിതയുടെ പുതിയ വിശേഷങ്ങളൊക്കെ? എന്താണ് ഷൂട്ട്, തിരക്ക് ഇങ്ങനെയൊക്കെ പോകുന്നു. 2 വർക്കുണ്ട് ഇപ്പോൾ. ഏതൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പോൾ? കുടുംബശ്രീ ശാരദ സി കേരളത്തിൽ, അതിപ്പോൾ 1700 എപ്പിസോഡായി, 4 വർഷമായി അത്. പിന്നെ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ ഈ പുഴയും കടന്ന്. ഓക്കെ. അപ്പോൾ ഏഷ്യാനെറ്റിൽ ഉള്ളതാണ് കൂടുതലും ഭയങ്കര ഇതായിട്ട് പൊക്കോണ്ടിരിക്കുന്നത്, റീൽസും കാര്യങ്ങളും അല്ലേ? കൂടെ ഒരു പാർട്ട്ണറൊക്കെ ഉണ്ട്, ഭയങ്കര റീലൊക്കെയാണ്. എന്താ സംഭവം? എല്ലാവരും അത് ചോദിക്കുന്നുണ്ട്. ഇതായിരിക്കും ഫസ്റ്റ് ചോദിക്കാൻ പോണെന്ന് എനിക്കറിയാം. എന്നോട് കുറേ പേര് ചോദിച്ചു, ഈ ഹരിതയും കൂടെയുള്ള പേരും തമ്മിൽ എന്താ, ഇനി കല്യാണം കഴിക്കാൻ വല്ലതും പോവാണോ, എന്താണ് സംഭവം? അത് മറ്റേ ആനന്ദും ഞാനും കൂടെ ഇടയ്ക്ക് അങ്ങനെയായിരുന്നു ചെമ്പരത്തി. അത് ഓബ്വിയസ് ആണ്, ഓഡിയൻസിന് അങ്ങനെ ഡെഫിനറ്റ്ലി തോന്നും. അപ്പൊ അതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ കെമിസ്ട്രി അത്രയും വർക്ക്ഔട്ട് ആവുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ നമ്മൾ റീലൊക്കെ ഇടുന്നത്, എനിക്കൊരു കാര്യമുണ്ട്, സുമിക്ക് അറിയാലോ, എൻ്റെ അടുത്ത് ആരെങ്കിലും റിയൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫോഴ്സ് ചെയ്താലേ ഞാൻ ചെയ്യാറുള്ളൂ. സുമിയാണ് എന്നെ കൊണ്ട് അങ്ങനെ ഫസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ അങ്ങനെ പുള്ളിയും കൂടി അതിന് ടിക്ടോക്ക് അപ്പോൾ പുള്ളിയും അതിന് ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യാമെന്ന് പറയുമ്പോൾ ഞാൻ പോയി ചെയ്യുന്നത്. അതിപ്പോ വേറെ ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ കൂടെ ഞാൻ പോയി ചെയ്യും. ശിവയുടെ ഒക്കെ ഒരു ലുക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നാടൻ ലുക്ക്. അപ്പൊ എങ്ങനെ ഇപ്പൊ എവിടെയാണ് ഷൂട്ടൊക്കെ നടക്കുന്നത്? ഷൂട്ട് നമ്മുടെ പൊന്മുടിയാണ് മെയിൻ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ 1 വീക്ക് അവിടെ ആയിരിക്കും, പിന്നെ ട്രിവാൻഡ്രത്ത്. അങ്ങനെ. ശാരദ അവിടെ തന്നെ, പേരൂർക്കട. അപ്പൊ എങ്ങനെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകും? ഡേറ്റ്സ് ഈ ശാരദയിൽ ഇപ്പൊ എനിക്ക് അധികം ഇല്ല, ആ ക്യാരക്ടർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പുതിയ വർക്കിൽ ജോയിൻ ചെയ്തത്. അപ്പൊ അവർ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് രണ്ടുപേരും. പ്രശ്നമില്ലാത്ത. വേറെ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? നമ്മുടെ സീരിയൽ വിശേഷം മാത്രമേ ഉള്ളൂ, വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ട്? വേറെ വിശേഷം സത്യമായിട്ടും ഇല്ല. ഞാനും വിചാരിച്ചു ഇനി ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഞാൻ എന്താ പറയാ, പ്രത്യേകിച്ച് അത് നമ്മൾ മാത്രമേ. അപ്പൊ അല്ലാതെ ഇപ്പൊ ഇതൊക്കെ തന്നെയാണ്. ഞാൻ ഈ പറയുന്ന പോലെ ബിസി ആയിരിക്കാന്നുള്ളതാണ് ഇപ്പൊ എൻ്റെ ഒരു ഗോൾ. അപ്പോൾ എപ്പോഴും വർക്ക് ചെയ്യുക. ഒരു മാസത്തിൽ അങ്ങനെ കുറേ ദിവസം ഉണ്ടാവും. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 15 days എന്തായാലും വർക്ക് ഉണ്ട്. അപ്പോൾ ഈ 15 days ബാക്കി 15 days ആണ് നമ്മൾ ഈ പ്രൊമോഷൻ പരിപാടിയൊക്കെ ചെയ്ത് പോണത്. പിന്നെ ആ സമയത്ത് ഞാൻ മുംബൈ പോകും, അമ്മയും അച്ഛനും അവിടെയാണല്ലോ. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞാൽ അവിടെ പോകും. അപ്പോൾ ഇവിടെ പാലക്കാട് ഇപ്പം ആരുമില്ല, അമ്മൂമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മൂമ്മ ചിലപ്പോൾ ഇങ്ങോട്ട് വരും, ഷൂട്ട് ലൊക്കേഷനിലേക്ക് വന്നു, ഒരാഴ്ച വന്ന് നിന്നു, നമുക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാൻ പോകും. അപ്പോൾ ഈ തിരക്കിനിടയിൽ എങ്ങനെ ഈ ബ്യൂട്ടി കാര്യങ്ങളൊക്കെ നോക്കുന്നത് എങ്ങനെ? ഇത് ഞാൻ തിരിച്ചല്ല ചോദിക്കേണ്ടത്, പറയുന്നേ. അല്ല, എന്നാലും നമ്മുടെ കുറെ ഇപ്പം വർക്കൗട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ജിമ്മിൽ വരുന്നുണ്ട്, പിന്നെ ഫുഡ് ആണെന്നുള്ള കാര്യം എനിക്ക് നല്ലപോലെ അറിയാം. ഇവിടെ ജിമ്മിൽ ഹരിത ജോയിൻ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ പയ്യന്മാരോട് പറഞ്ഞു, ട്രെയിനേഴ്സിനോട് പറഞ്ഞു, ഒരു കാരണവശാലും ഹരിത വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യില്ല. അതുപോലെ തന്നെ ഞാൻ കോൾ ചെയ്തപ്പോൾ പറയാണ്, ഞാൻ പറഞ്ഞു ഹരിത ഇപ്പോൾ വരുന്നുണ്ട്, ഹരിതയെ പറ്റി പറയുന്നില്ല, നമ്മുടെ ലൈൻസിലുള്ള ട്രെയിനേഴ്സ് പറയുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഹരിതയെ പറ്റി ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ പറയും ഇപ്പോൾ വന്നിട്ട് പോയതേ ഉള്ളൂ എന്ന് പറയാറുണ്ട്. ഇന്നലെ വിളിച്ചപ്പോൾ കറക്റ്റ് പറഞ്ഞു, ഞാൻ 1 month കറക്റ്റ് പോയി സുമി, പിന്നെ തിരക്കാണെന്ന്. അല്ല, ഇന്ന് വന്നപ്പോഴും വന്നല്ലോ കുറെ നാളിന് ശേഷം, എന്തിനാ വന്നാ? ഞാൻ പറഞ്ഞു ഇന്റർവ്യൂ എടുക്കാൻ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു ട്രെയിനറുണ്ട് ജയശങ്കർ, അവൻ ഇതുപോലെ എന്നെ ഇൻഫോം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഹരിത വന്നു അല്ലേ, ഹരിത ഭയങ്കര ഫുഡിയാണ്. അത് കണ്ടപ്പോൾ മനസ്സിലായി. ഗൈസ്, ഞാൻ കുറച്ച് മെലിഞ്ഞു. ഇവിടെ വന്നിട്ട് 1.5 കിലോ കുറഞ്ഞു അറിയാം. ഒരു 10 days 1.5 കിലോ കുറഞ്ഞെങ്കിൽ അവള് 2 കിലോയിട്ട് അത് കൂട്ടും. അത് ശരിയാ. പക്ഷെ അതാണ് ലയൺസ് ജിമ്മിൽ വന്നപ്പോൾ 1.5 കിലോ കുറഞ്ഞു എന്നുള്ളതാണ്. ഇവിടുത്തെ ട്രെയിനറും ആ ഒരു ടൈമിൽ ഞാൻ പക്ക ഫോളോ ചെയ്തു, ഞാൻ ചെയ്യാത്തോണ്ടാ. അപ്പം എങ്ങനെ നമ്മുടെ ഈ ലയൺസ് ജിമ്മിലുള്ള ട്രെയിനിങ് എങ്ങനെയുണ്ട്? PT എടുത്തോ? ഇത് ചൂസ് ചെയ്യാൻ കാരണം എന്താ? ലയൺസ് ഞാനേ ഇവിടെ 5-6 ജിമ്മിൽ പോയി വിസിറ്റ് ചെയ്തു, എന്നിട്ടാണ് ചൂസ് ചെയ്തത് ഈ ഒരു ജിമ്മ്. കാരണം കമ്പാരേറ്റീവ്ലി റേറ്റ് കൂടുതലാണ്. കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി അത്രയും വർത്താണ് എന്നുള്ളത്.
ഇവിടെ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു നല്ല ആംബിയൻസ് അല്ലേ, നല്ല മണമാണ്. എനിക്ക് ആ ഒരു ഫ്രാഗ്രൻസ് ഒന്നും ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ. അപ്പൊ പിന്നെ സെക്കൻഡ് തിങ്, ജിം എന്ന് പറഞ്ഞാൽ ഹൈജീനിക് ആയിരിക്കണം. അതാണ് മെയിൻ തിങ്. ഇവിടെ ഭയങ്കര ഹൈജീനിക് ആണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മുടെ കൃഷ്ണൻ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൃഷ്ണനെ പറയാൻ കാരണം റാഷി പേര് ചോദിച്ചു. ഹിന്ദി അല്ലേ, അവന് ഹിന്ദി അറിയുള്ളൂ. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര കോമഡിയാണ്. ഹിന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഒരു പുണ്ണാക്കും അറിയില്ല, എനിക്ക് അതിനേക്കാളും അറിയില്ല. ഹരിത കുറേ ട്രൈ ചെയ്തു ഹിന്ദി പഠിപ്പിക്കാൻ, 4 വർഷം ട്രൈ ചെയ്തു, ഒന്നും പഠിച്ചില്ല. അപ്പോൾ ഇവിടുത്തെ ക്ലീൻ ചെയ്യുന്ന പയ്യൻ്റെ പേര് കൃഷ്ണൻ എന്നാണ്. അപ്പോൾ റാഷി ഇത് എങ്ങനെ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ക്ലീൻ ചെയ്യാറുണ്ട്. അതെ, പിന്നെ അതാ ഞാൻ പറഞ്ഞ ഹൈജീൻ്റെ കാര്യത്തിൽ ബീറ്റ് ചെയ്യാൻ പറ്റില്ല ഏതൊരു ജിമ്മിനും ഈ ഒരു ജിമ്മിനും. പിന്നെ പേഴ്സണൽ ട്രെയിനിങ്, ഞാൻ പേഴ്സണൽ ട്രെയിനിങ് എടുത്തു. ഭയങ്കര ഫ്രണ്ട്ലിയാണ് പക്ഷെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു രക്ഷയില്ല. പറയുകയൊക്കെ ചെയ്യും, ഇന്ന് ഇത്ര വർക്കൗട്ട് ചെയ്താൽ ബിരിയാണി കഴിച്ചോന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ 7 ബ്രാഞ്ചസ് ഉണ്ട്. 7 ഉണ്ടല്ലേ? 7 ബ്രാഞ്ചസാണ് ഉള്ളത്. ട്രിവാൻഡ്രത്ത് തന്നെ മണക്കാടുണ്ട്, ഇപ്പൊ പൂജപ്പുരയുണ്ട്. അടുത്ത 8ാമത്തത് അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കുറെ ആർട്ടിസ്റ്റുകൾ പോകുന്നുണ്ട് തോന്നുന്നു. വഴുതക്കാടുണ്ട്. എൻ്റെ കുറേ ഫ്രണ്ട്സ് വഴുതക്കാടാ. അവരൊക്കെ ഇനി ഒരു 3 months കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. അപ്പൊ അതാണ് ജിം ഈ ലയൺസ് ചൂസ് ചെയ്യാനുള്ള കാരണം. അപ്പൊ കറക്റ്റ് ഇപ്പം വർക്കൗട്ട് വേറെ ഇല്ല. അപ്പോൾ ഇല്ല, ഈ വർക്കൗട്ട് ഉണ്ടോ? അത് പിന്നെ മുടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ ഫുഡിൽ ഇഷ്ടമുള്ള ഫുഡ് എന്താ? എനിക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടമാണ്. ഫ്രൈ ഇഷ്ടമാണ്. സുമിക്ക് പിന്നെ അറിയാലോ ലെഗ് പീസ്. എനിക്കറിയാം. സുമിയുടെ വീട്ടില് സുമി കുക്ക് ചെയ്യാറില്ല, അതുകൊണ്ട് അറിയില്ലോ. ചെയ്യും കേട്ടോ, ഭയങ്കര ടേസ്റ്റ്. രാശിക്ക സൂപ്പറായി കുക്ക് ചെയ്യും. അപ്പോൾ സുമിയുടെ വീട്ടിൽ പോകുമ്പോഴൊക്കെ രാശിക്കാണ് കുക്ക് ചെയ്ത് ഫുഡ് തരാറ്. സ്പെഷ്യലായിട്ട് എനിക്ക് ലെഗ് പീസ് ഒക്കെ വെച്ച് തരും. കുറേ ദിവസമായി മിസ് ചെയ്യുന്നുണ്ട്. ഫുഡ് അങ്ങനെ. പക്ഷെ ഇപ്പൊ ഞാൻ വെജിറ്റേറിയൻ ആണ്. ഞാൻ ഒരു വർഷത്തിൽ 6 മാസം നോൺ വെജിറ്റേറിയൻ, 6 മാസം വെജിറ്റേറിയൻ, അങ്ങനെ ഒരു ബാലൻസ്. കാരണം ഈ ഒരു 6 monthsലാണ് നമുക്ക് ഫെസ്റ്റിവൽസ് എല്ലാം വരുന്നത്, ദീപാവലി, ഗണപതി, നവരാത്രി. അപ്പൊ എന്തായാലും കുറച്ച് ദിവസമായിട്ട് നോൺ വെജ് കഴിക്കാതിരിക്കണം. അതിനേക്കാൾ അതൊരു 6 months ബ്രേക്ക് എടുക്കാന്ന് വെച്ച് ഇപ്പൊ വെജിറ്റേറിയൻ സാധിക്കുന്നുണ്ട്. തന്നെ കൊണ്ട് സാധിക്കുന്നുണ്ട്. തന്നെ കൊണ്ടത് സാധിക്കുമോ? അത് പറയുന്നതാണോ ഇത്? അല്ലല്ല, ശരിക്കും പറ്റുന്നുണ്ട്. അത് ഹരിത വിചാരിച്ച് നടക്കും കേട്ടോ. അത് ഹരിത അങ്ങനെ ചെയ്യാറുണ്ട്. എനിക്കറിയാവുന്ന കേസ്. ചെയ്യുന്ന ടൈമിലും വെജ് ആണെങ്കിൽ ഹരിത പക്ക വെജ് ആയിരിക്കും. വന്ന് നമ്മുടെ ലൊക്കേഷൻ ഫുഡ് കഴിക്കുകയും ചെയ്യും, അടുത്ത ഓർഡർ ചെയ്ത് കഴിക്കുകയും ചെയ്യും, അല്ലേ? അങ്ങനെയാണ് സാധാരണ. അപ്പൊ ഇപ്പൊ ലൊക്കേഷനിൽ എങ്ങനെയാണ് കൂടുതൽ ഫ്രണ്ട്സ് ആയിട്ട്? വെളിയിലെ കാണുമ്പോൾ എനിക്ക് അസൂയ വരും, നമ്മൾ അങ്ങനെയായിരുന്നു. പക്ഷെ അതുപോലെ അല്ല കേട്ടോ. അതുപോലെ ഏതൊരു ലൊക്കേഷനിലും എനിക്ക് അങ്ങനത്തെ ഒരു ബന്ധം കിട്ടിയിട്ടില്ല. അത് ഡിഫറെന്റ് തന്നെയാണ്. അത് ഒന്നാമത് എൻ്റെ ഫസ്റ്റ് വർക്കായിരുന്നു. എനിക്ക് 0 എക്സ്പീരിയൻസ് ആണ് അന്ന്. ഇപ്പോഴും ഉണ്ട്, അങ്ങനെയല്ല. പക്ഷെ അന്ന് എനിക്ക് ആൾക്കാരോട് എങ്ങനെ പെരുമാറണം, ഈ ഇൻഡസ്ട്രി എങ്ങനെയാണ്, ഒന്നും അറിയാത്തൊരു ടൈമായിരുന്നു. പക്ഷെ എന്നെ അതുപോലെ ആരും അവിടെ ട്രീറ്റ് ചെയ്തിട്ടില്ല. എന്നെ എല്ലാവരും സ്വന്തം മോള്, സ്വന്തം അനിയത്തി പോലെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല അതിനുശേഷം. നമ്മുടെ ചെമ്പരത്തി എന്ന് പറയുമ്പോൾ അതൊരു നമുക്കത് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്, വാത്തോരാതെ പറയാനുണ്ട്. 3-4 വർഷം അതൊരു ലൊക്കേഷൻ അല്ല, അതൊരു ഫാമിലിയാണ്. സത്യം. അത് പെട്ടെന്ന് നിർത്തുന്നതിൻ്റെ അന്ന് നമ്മളോട് പറഞ്ഞതുപോലും ഇല്ല. രാവിലെ നമ്മൾ നോർമലി മേക്കപ്പ് ഇടുന്നു, ഷൂട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ബാക്കി എല്ലാ ടെക്നീഷ്യന്മാരും ഡയറക്ടറും ആ സെക്ഷനൊക്കെ ഒരു സൈലൻ്റ് ആയിട്ടിരിക്കുന്നു. അപ്പം ആ ഷൂട്ട് എവിടെ വെച്ചായിരുന്നു ലാസ്റ്റ് ഡേ? വെമ്പായ തന്നെ അല്ല, വെമ്പായല്ല, മറ്റേ വലിയ വീടില്ലേ, വെള്ള പെയിന്റ് അടിച്ച വീടുണ്ട്, തച്ചോട്ടുകാവ്, അവിടുന്ന് മുങ്ങോട് അവിടുത്തെ വീടായിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ നോർമൽ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നു, ഷൂട്ട് ചെയ്തു, സീൻ എടുത്തു. അതിൽ പ്രബിനും സ്റ്റെബിനും കുറച്ച് സെൻറ്റി സീനായിരുന്നു. ആ ഡയലോഗ് പറഞ്ഞിട്ട് പ്രബിൻ ഇങ്ങനെ കരഞ്ഞ് പുറത്തോട്ട് വരുന്നതായിരുന്നു. അതിന് തൊട്ട് മുന്നേ പ്രബിൻ അറിഞ്ഞു ഇന്നത്തോടെ വൈൻഡപ്പാണെന്ന്. അത് പ്രബിൻ ശരിക്കും കരഞ്ഞ് തന്നെയാണ്, ഒറിജിനലായിട്ട് കരഞ്ഞ് അഭിനയിച്ച് അവൻ കരഞ്ഞ് പുറത്തോട്ട് വന്നത് നമ്മുടെ അടുത്തോട്ടാണ്. നമ്മൾ സോഫയിൽ ഇരിക്കുകയായിരുന്നു, വന്നിരുന്നത് ഭയങ്കര കരച്ചിലായിരുന്നു. നമ്മളെല്ലാവരും കരഞ്ഞു. നമ്മൾ അത്രയും ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇപ്പോഴും ഏത് ലൊക്കേഷനിൽ പോയിട്ടും നമുക്ക് ആ ലൊക്കേഷൻ പോലെ ആവില്ല. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ആ ബന്ധം നമ്മളെല്ലാവരും കീപ്പ് ചെയ്യുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് എല്ലാവരും കോണ്ടാക്ട് ഉണ്ടല്ല, പക്ഷെ കാണുമ്പോൾ നല്ലൊരു സൗഹൃദം. അതെ, നമ്മളൊന്നും എന്നും മെസ്സേജ് ചെയ്യാനോ ഒന്നും ചെയ്യാറില്ല, കാണുന്നതൊന്നും. പക്ഷെ എന്തെങ്കിലും നല്ല കാര്യം നടക്കുക, അങ്ങനെ വെൽ വിഷർ എന്നുള്ള രീതിയിൽ എല്ലാവരും ഇപ്പോഴും കോണ്ടാക്റ്റിലുണ്ട്.
സോ അതുപോലത്തെ അല്ല ഇപ്പോഴത്തെ ലൊക്കേഷൻ. എന്നാലും അതെങ്ങനെ ഇപ്പൊ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആരാ കൂടുതലോ? എനിക്ക് കൂടുതൽ അരുൺ ചേട്ടനായിട്ടാണ് കമ്പനി. കാരണം നമുക്കാണ് ഏറ്റവും കൂടുതൽ സീൻസ്. അപ്പോൾ ബാക്കി ആരും ഇല്ലെങ്കിലും നമ്മൾ രണ്ടുപേരുമാണ്. അപ്പോൾ എൻ്റെ വൈബിന് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. കുറച്ച് റൊമാൻറ്റിക് സീൻസ് ഒക്കെ ഞാൻ കൂടുതൽ കണ്ടു, എടുത്ത് പൊക്കുന്നതൊക്കെ കണ്ടു. എന്നിട്ട് അടുത്ത് ആ ചെക്കൻ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. എന്താ സംഭവം? കുടിച്ചോ? അതിന് മുമ്പേ കുറെ പ്രാക്ടീസ് ഒക്കെ, അതിനാണ് ഞാൻ ജിമ്മ് വന്ന് തുടങ്ങിയത്. നിങ്ങൾക്ക് ഞാൻ ആ സീൻ കണ്ട് കുറച്ച് ദിവസം 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ജോയിൻ ചെയ്തെന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചപ്പോ ഇനിയും ലിഡിയല്ലേ റൈറ്റർ ആരാ? റൈറ്റർ നമ്മുടെ കിഷോറേട്ട. യെസ് കിഷോറേട്ട. അയ്യോ കിഷോറേട്ട കണ്ട എന്നെ ഇപ്പൊ തല്ലിക്കൊല്ലും. കിഷോറേട്ട അതെ, ഞാൻ സ്റ്റോറി കാണാറുണ്ട് കിഷോറേട്ട, സോറി. അപ്പോൾ ലിഡിയ ആണെങ്കിൽ ലിഡിയ ഇങ്ങനത്തെ കുറച്ച് റൊമാൻറ്റിക് സീൻസ് ഒക്കെ വെക്കും. കാരണം മീനാക്ഷി കല്യാണം ഞാൻ ചെയ്യുമ്പോൾ ഞാനും അനിലേട്ടൻ നിങ്ങളുടെ സീരിയലിൽ തന്നെ വില്ലനായിട്ട് വരുന്നില്ലേ, അനിലേട്ടനായിരുന്നു പേര്. അപ്പൊ അതില് അനിലേട്ടൻ കുറച്ച് ഏജുള്ള ക്യാരക്ടറാണ്. അപ്പൊ അതില് കുട്ടികൾ ഉണ്ടാവാതെ ഏജ് ആയിട്ടും ഇരിക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ അതിലും ആ ടൈമായിട്ട് പോലും ലിഡിയ കുറേ റൊമാൻസ് ഒക്കെ അതിൽ കയറ്റി. എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് ലിഡിയ എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അപ്പൊ അത് അത് എടുക്കുന്ന അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ട് എന്ന് ആദ്യം അരുൺ ചേട്ടനോട് ചോദിച്ചു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോന്ന്. അപ്പൊ ചേട്ടനൊരു കോൺഫിഡൻസിൽ എന്തും ചെയ്യാം, ഞാൻ എന്തും ചെയ്യാം. മീനാക്ഷി കല്യാണത്തിൽ സെയിം, ഞാനിങ്ങനെ ബോധം കെട്ടി വീഴുമ്പോൾ അനിലേട്ടനെ എടുത്തുകൊണ്ട് ഓടാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ട്, ഒറ്റ ഷോട്ടാണെന്ന് പറഞ്ഞു. എല്ലാവരും കൂടെ ഓടാൻ വേണം. ഞാൻ പ്രഗ്നൻ്റ് ആണ്, കാല് തട്ടി വീണ് ഞാൻ ബോധം കെടുന്നത്. അപ്പം ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഓടണം. അനിലേട്ടൻ്റെ ആദ്യം ചോദിച്ചു, ആദ്യം രഞ്ജിത്തിനെ കൊണ്ട് എടുപ്പിക്കാന്ന് ചോദിച്ചു. അതിലെ നായകൻ രഞ്ജിത്തിനെ നിങ്ങളുടെ പ്രൊഡ്യൂസർ തന്നെയാണ്. അപ്പം രഞ്ജിത്ത് ഓക്കെ എന്ന് പറഞ്ഞു. അനിലേട്ടൻ ഉടനെ വേണ്ട, എൻ്റെ ഭാര്യനെ ഞാൻ എടുക്കാം, കോൺഫിഡൻസ്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം എനിക്ക് വയറുണ്ട്, തലയിൽ വടയുണ്ട്, എല്ലാം കൂടെ സാധിക്കുമോ ചേട്ടാ ഞാൻ ചോദിച്ചു. എനിക്കൊരു പേടിയായിരുന്നു, ഞാൻ പൊക്കും നിന്നെ. പക്ഷെ ചെയ്തു. അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും നിങ്ങളെ ആ പൊക്കിക്കൊണ്ട് പോകുന്ന കണ്ടപ്പോൾ, നിങ്ങളെ സീൻ കണ്ടപ്പോൾ എനിക്കത് ഫീൽ ചെയ്തു. അല്ല പാടാണ്, 70 കിലോ എടുക്കാൻ പറയുന്നത് ഈസി അല്ലല്ലോ. 70 കിലോ നോട്ട് ദ പോയിന്റ്. 70 കിലോ. അപ്പോൾ വേറെ അതിൽ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. നിഷ ചേച്ചി നല്ല നൈസാണ്, കമ്പനിയാണ്. നിഷ മീൻസ് നിഷ സാരംഗ് അമ്മയായിട്ട് ചെയ്യുന്നത് അവര്. പിന്നെ അനിയത്തിമാര് എല്ലാവരും മറ്റേ ഗോമതിന്ന് തമിഴ്നാടിന്ന് വരുന്നതാണ്. അപ്പൊ നമ്മൾ അധികം ഇന്ററാക്ട് ഇതുവരെ ചെയ്തിട്ടില്ല, കുറവാണ്. അവർക്ക് കാവേരി. അപ്പോൾ അവിടെ ഒരു ലാംഗ്വേജ് ബാരിയർ ഉള്ളതുകൊണ്ട് നമ്മളധികം. പിന്നെ ഉള്ളത് രേവതി എന്ന് പറഞ്ഞൊരു ഹീറോയിൻ, നിങ്ങളുടെ മൂത്ത ചേച്ചി, എൻ്റെ തൊട്ട് താഴെയുള്ള അതിന്റെ താഴെയുള്ള രേവതി എന്ന് പറഞ്ഞൊരു കൊച്ച്. അത് സെയിം സുമിയെ പോലെയാണ്, സെയിം. മൂന്നാമത്തെ എനിക്ക് തോന്നിയത്, കാരണം പുള്ളിക്കാരി ബിഹൈൻഡ് ദ സീൻ കുറെ ഇടാറുണ്ട്. അത് എനിക്ക് ഇങ്ങനെ ഇൻസ്റ്റയിൽ നോട്ടിഫിക്കേഷൻ പോലെ പോയ ഒരു സാധനം സുമിയെ പോലെ. എന്നെ കിളി പോയെന്ന് എന്നെ വിളിച്ചു നിർത്തി അപമാനിക്കുകയാണ്. ഗസ്റ്റ് അല്ലേ ഇന്നത്തെ. ചെറിയ കൊച്ച് മീനാക്ഷി കല്യാണത്തിലുണ്ടായിരുന്നു. ഭയങ്കര റീൽസും കാര്യങ്ങളൊക്കെ. അപ്പോ അങ്ങനെയൊക്കെ പൊന്മുടി നല്ല ലൊക്കേഷൻ അല്ലേ, നല്ലതാണ്. പക്ഷെ അട്ടയൊക്കെ കടിക്കും. എനിക്ക് ലാസ്റ്റ് ഇപ്പൊ ഞങ്ങൾക്ക് പൊന്മുടിയിൽ നിന്ന് ഷിഫ്റ്റായി, കുറച്ച് നാൾ ഇനി ട്രിവാൻഡ്രത്താണ് നമുക്ക്. അപ്പൊ ഇറങ്ങുന്ന ദിവസം അട്ട കടിച്ചു. ഇത്രയും നാള് കടിച്ചില്ല. ലാസ്റ്റ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതല്ലേ, ഇങ്ങനെ പോകുന്ന സാധനം അല്ലടാ, ബ്ലഡ് കണ്ടില്ല. ഞാൻ പൊന്മുടി ആലോചിക്കണേ, ട്രിവാൻഡ്രം വരെ എത്തി, റൂമിൽ ഫ്രഷ് ആവാൻ വാഷ്റൂമിൽ കയറിയതും കാലിൽ നോക്കുമ്പോ ഫുൾ ബ്ലഡ്. ഇതെന്ത് പറ്റി നോക്കിയപ്പോ ഒരു ചെറിയൊരു ഓട്ട കണ്ടു, പക്ഷെ അട്ടയില്ല. അത് കടിച്ചു, അത് പോയി. കാണാത്തത് ഭാഗ്യം, കണ്ടാലൊരു ഫീൽ വരും. അതിൽ പിന്നെ എന്തോ മണ്ണെണ്ണയൊക്കെ എന്തോ തീ കത്തിക്കണം, അങ്ങനെ എന്തൊക്കെയോ. നമ്മളൊക്കെ സാനിറ്റൈസറും കൊണ്ടാ നടക്കുക, കടിച്ചോണ്ട് സാനിറ്റൈസർ പോവില്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പാട്. പിന്നെ അവിടെ ഷൂട്ട് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്, കാരണം അവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയല്ലേ, ഇടയ്ക്ക് മഴ പെയ്യും, മഞ്ഞ്. അപ്പോൾ ഔട്ട്ഡോർ ഉള്ളപ്പോൾ നമ്മൾ കുറച്ച് ഡിലേ വരും. അങ്ങനെ കുറേ ചാലഞ്ചസ് ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് വർക്കൗട്ട് ചെയ്തും കൊണ്ടാവാം ഹരിതയുടെ വിശേഷങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഈ റീലൊക്കെ എങ്ങനെ എടുക്കാൻ ടൈം കിട്ടുന്നത്? നമുക്ക് എല്ലാ ഷോട്ടിലും നമ്മൾ ഉണ്ടാവില്ലല്ലോ, നമുക്ക് ഇല്ലാത്ത സീനുള്ളപ്പോൾ നമ്മൾ പുറത്ത് പോകും. അല്ല, നിങ്ങൾ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് ചെയ്തല്ലോ. കോസ്റ്റ്യൂം ഇട്ട് ചെയ്യും, അതന്നെ.
പിന്നെ അത് ഷൂട്ടിനിടയ്ക്കാണോ പോകുന്നത്? ഷൂട്ടിനിടയ്ക്ക് പോയി ചെയ്യും. അയ്യോ ഞാൻ തിരിച്ചാ ചവിട്ടുന്നത് കേട്ടോ സൈക്കിള്. ദൈവമേ, ഞാൻ ഇത്ര സമയം തിരിച്ചാ ചവിട്ടിക്കൊണ്ടേ. ഇപ്പൊ ഞാൻ ഫ്രണ്ടിലോട്ടായി. പറയും ജിമ്മിന് ശരിക്കും വരുന്നത് എന്തിനാണോ എന്തോ. ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ചാലോ നമുക്ക് ലൊക്കേഷനിൽ പോകുമ്പോൾ. ശരിയാട്ടോ. ഇതിലൊക്കെ പോയെന്ന് ഇറങ്ങുന്നെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അങ്ങനെ പിന്നെ ഷെഡ്യൂൾ കഴിഞ്ഞ ഒരു ദിവസം കൂടി ഞാൻ ഇവിടെ നിന്നിട്ട് നമ്മൾ റീൽ ഷൂട്ട് ചെയ്തിട്ട് എന്നിട്ടാണ് ഞാൻ എപ്പിസോഡ് ചോദിക്കാൻ വേണ്ടി വിളിക്കുന്നത്. മുമ്പ് ഞാൻ കുറെ നാളായിട്ടോ സുമി ചോദിക്കുന്നു ഒരു ഇന്റർവ്യൂ പക്ഷെ സത്യമായിട്ട് ഞാൻ ആലോചിക്കും ഞാൻ എന്ത് പറയും ഇന്റർവ്യൂല് എന്ന് ഞാൻ വിചാരിക്കും. പിന്നെ കൽപ്പിച്ച് തല തിന്നോണ്ടിരിക്കാണോ പോവാ ഇന്റർവ്യൂ കൊടുക്കാം ഇനി ചോദിക്കില്ലല്ലോ തള്ളി മറിക്കുവാ. അതുകൊണ്ട് അങ്ങ് വന്നു. അപ്പൊ ഇപ്പൊ എങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഡയറ്റ് ഉണ്ടോ? ഇല്ല, എല്ലാം ഫുഡും കഴിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് ശരി തന്നെ. ഇപ്പൊ വെജ് ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഈ വെജിറ്റേറിയൻ കഴിക്കുമ്പോൾ തനിയെ നമ്മള് വെയിറ്റ് ലോസ് ആവും, സ്കിന്ന് ചേഞ്ച് ആവും. അങ്ങനെ കാരണം നമ്മൾ വാരി വലിച്ച് കഴിക്കുന്നില്ല, കുറച്ച് കഴിക്കും. പിന്നെ വെജ് ആവുമ്പോൾ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും. ഫുഡ് ഡൈജഷൻ ബെറ്റർ ആയിരിക്കും വെജ് കഴിക്കുമ്പോൾ. അപ്പൊ ഞാൻ അങ്ങനെ ഇപ്പൊ ഡയറ്റ് എന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ. വെജിറ്റേറിയൻ 3 നേരമാണോ 6 നേരമാണോ? 6 നേരം ചിലപ്പോൾ 8 ആവും. വിശക്കുന്നൊക്കെ പോയി തിന്നും. അത്ര രാത്രിയിലൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ വേറെന്ത് നമ്മള് ഈ സ്കിന്നിന് വേണ്ടി എന്തൊക്കെയാ വേറെ ചെയ്യുന്നത്? ഞാൻ സ്ഥിരം ചെയ്യുന്ന വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന റുട്ടീൻ തന്നെയാണ്. ഞാൻ അതിലൊരു മാറ്റം വരുത്തിയിട്ടില്ല. മേക്കപ്പ് റിമൂവ് ചെയ്ത് കിടന്നുറങ്ങുക. കുറേ പേർക്ക് മറ്റേ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു മടി ഉണ്ടാവും അങ്ങനെ കിടന്നുറങ്ങാന്നൊക്കെ വിചാരിക്കും. പക്ഷെ അത് ഭയങ്കരമായിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്താൽ പോകത്തില്ല ചിലർക്ക്. എനിക്ക് ആ പ്രശ്നം സത്യം. എത്ര തവണ റിമൂവ് ചെയ്താലും മേക്കപ്പ് പോകാൻ ഭയങ്കര പാടാണ്. എനിക്കിങ്ങനെ ഉള്ളിലുണ്ടാവും. അത് പിറ്റേ ദിവസം ഞാൻ അതെടുത്ത് കോട്ടൺ വെച്ച് പിടിച്ചാലും എനിക്ക് മേക്കപ്പ് ഉണ്ടായിരിക്കും. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പം പിന്നെ കുറേ മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോഴെങ്കിലും ഇങ്ങനെ ആയി. എൻ്റെ സ്കിൻ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് മോശമായി. നിറച്ച് പിമ്പിളൊക്കെ വന്ന് വളരെ മോശമായി. പിന്നെ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഇത്രത്തോളം ഇപ്പം ബെറ്റർ ആയെന്ന് വേണമെങ്കിൽ പറയാം മുമ്പത്തെ അനുസരിച്ച്. പക്ഷെ മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന വലിയ പാടാണ്. ഇടാൻ പാടില്ല. ഇപ്പൊ മേക്കപ്പ് കുറേ ഇപ്പൊ കൈമാച്ച് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഫേസ്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് എനിക്ക് അധികം മേക്കപ്പ് വേണ്ട. സിമ്പിൾ ലുക്കാണ്. കണ്ണൊന്നും എഴുതാറില്ല. മനസ്സിലായി. അപ്പോൾ അതാണ് പറ്റുമ്പോൾ. ഇപ്പോൾ നോർമലി ഞാൻ ഒരു ദിവസം എവിടെയെങ്കിലും ഷൂട്ടിന് വേറെ ഏതെങ്കിലും ഷൂട്ടിന് പോകണം ഞാൻ മേക്കപ്പ് ഇടാറില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം ജസ്റ്റ് ലിപ്സ്റ്റിക് ഇടും, അത്രേ ഉള്ളൂ വരും. മേക്കപ്പ് അധികം യൂസ് ചെയ്യരുത് എന്നുള്ളതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അതാണ്. പിന്നെ നമുക്ക് ചേരുന്ന ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, ക്ലെൻസർ, ടോണർ, സിറം അതൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഈ സീരിയൽ അല്ലാതെ സിനിമയിലോട്ട് എന്തെങ്കിലും? എനിക്ക് ഇത്രയും കാലം ആഗ്രഹം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പോവാം, ഞാൻ എൻ്റെ ഒരു കംഫർട്ട് സോണിലാണ് സീരിയൽ ചെയ്ത് ഇങ്ങനെ പോവാം, അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് സീരീസും സിനിമയൊക്കെ ട്രൈ ചെയ്യണം. ഞാനായിട്ട് ട്രൈ ചെയ്യുന്നില്ല, അതാണ് പ്രശ്നം. എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ട്രൈ ചെയ്തുകൂടായിരുന്നു. അപ്പം നമ്മൾ മാത്രം ട്രൈ ചെയ്താലും നമുക്ക് കിട്ടണമെന്നില്ല. അതിന് പോകണമെങ്കിൽ അതിന് വേണ്ടി നിൽക്കണം, മെനക്കെടണം. അവർ പറയുന്ന ടൈമിൽ നമ്മൾ ഓഡീഷൻ അത് ഇതൊക്കെ നമുക്കത് പറ്റണമെന്നില്ല. കാരണം വർക്കുള്ള സമയത്താണെങ്കിൽ നടക്കില്ല. അപ്പം ബിഗ് ബോസിൽ ട്രൈ ചെയ്തായിരുന്നു? ഇല്ല. പോണമെന്നുണ്ടോ? വന്നാൽ പോവോ? ഇല്ല. കാരണം ഇപ്പൊ മര്യാദക്ക് നല്ല വർക്ക് കിട്ടിയിട്ടുണ്ട്. അല്ല, എന്താ ഒരു വർക്കും ഇല്ലാത്ത സമയത്ത് വിളിച്ചാൽ ചിലപ്പോൾ പോകും. ഇഷ്ടമാണോ ബിഗ് ബോസ്? അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു താല്പര്യമുണ്ട്. ഫോൺ യൂസ് ചെയ്യാതെയും സമയം അറിയാതെ. അത് കുറെ പേര് ചോദിക്കുന്നുണ്ട്, ഇത് ഒറിജിനൽ ആണോ, ഇതിൽ എന്തെങ്കിലും സ്ക്രിപ്റ്റഡ് ആണോ എന്ന്. അത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്, ഹരിതയുടെ അഭിപ്രായത്തിൽ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ എന്താ? അതാണ്, അത് എന്താണെന്ന് അറിയാൻ വേണ്ടി. ഇപ്പൊ ഫോൺ ഇല്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റും, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലെ നോർമൽ ലൈഫിൽ. അല്ലെങ്കിൽ ടൈം നോക്കാം, നമ്മളെല്ലാം ടൈം നോക്കിയിട്ടാണ് ചെയ്യണം. ഫുഡ് കഴിക്കാൻ, ഉറങ്ങുന്നത് പോലും ടൈം നോക്കിയിട്ടാണ്. അപ്പോൾ അതും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് അറിയാൻ ഒരു താല്പര്യമുണ്ട്. പിന്നെ ഏതൊരു സിറ്റുവേഷനിലും നമ്മൾ സർവൈവ് ചെയ്യാം എന്നുള്ളതാണ് മെയിൻ തിങ്. അപ്പോൾ അവിടെ പോയി ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്നും കൂടി ഒന്ന് അറിയണം. ഹരിതയുടെ വീക്ക്നെസ് എന്താ? ഹരിതയുടെ വീക്ക്നെസ് എന്താ? അയ്യോ, ഐ തിങ്ക് ഇമോഷൻസ്, അല്ലെങ്കിൽ ഫാമിലി, ഫ്രണ്ട്സ്, എൻ്റെ ക്ലോസ് ആയ ആൾക്കാർ, അവരൊക്കെ എൻ്റെ വീക്ക്നെസ് ആണ്. ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ, നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളവരാണോ മുംബൈയിലുള്ളവരാണോ എനിക്കറിയാൻ കേട്ടോ. എന്നാലും ഞാൻ ചുമ്മാ അങ്ങ് ചോദിച്ച് തള്ളുവോ, വേറെ എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യേണ്ടത് നമുക്ക്. ഫ്രണ്ട്സ് ഇൻഡസ്ട്രിയിലുള്ളവരെ ഞാൻ ഫസ്റ്റ് തിങ് ഫ്രണ്ട്സ് തന്നെ ഉപരി കലീഗ്സ് ആയിട്ടാണ് കാണുന്നത്.
എൻ്റെ പേഴ്സണൽ സ്പേസിൽ ഇൻഡസ്ട്രിയിലുള്ള ഫ്രണ്ട്സിനെ ഞാൻ ഇതുവരെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ 1-2 പേര് ഡെഫിനറ്റ്ലി ഉണ്ട്. പിന്നെ ഉള്ളത് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പം തൊട്ടേ എൻ്റെ കൂടെ ഉള്ള ആൾക്കാരാണ്. മേ ബി 20 years ആയിട്ട് 20-25 years ആയിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ്. അതാണ് എൻ്റെ ഈ ഒരു 7 പേരുണ്ട് ഞങ്ങൾ ഫിക്സ് ആയിട്ട്. അതാണ് എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ലോകം. അതെ, ക്ലോസ് ഫ്രണ്ട്സ്. അല്ലാതെ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ ഈ പറഞ്ഞ പോലെ പേഴ്സണൽ സ്പേസിൽ ഞാൻ അവരെ ഇതുവരെ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ ഈ ട്രാവൽ ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്ന് അറിയാം. സിംഗിൾ ട്രിപ്പൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് ട്രാവൽ ചെയ്യുന്നേരത്ത് ഇനി എന്തെങ്കിലും ഡെസ്റ്റിനേഷന് പോകാൻ ആഗ്രഹമുണ്ടോ? കുറേ സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട്. എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? നെക്സ്റ്റ് എന്താണ് പ്ലാൻ? എനിക്ക് ലഡാക്ക് പോകണമെന്ന് ഉണ്ട്. ബൈക്കിൽ അങ്ങനെ കറുത്ത് കരിവലിച്ച് കരിഞ്ഞു വരാം അങ്ങനെ. പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ ട്രിപ്പൊന്നും പോയിട്ടില്ല. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ കുറച്ച് ഇനി നമുക്ക് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം അങ്ങനെ പറഞ്ഞാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ട്രിപ്പൊക്കെ പോയിട്ട് കുറേ നാളായി. പിന്നെ 12 ജ്യോതിർലിംഗം കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ട്. അപ്പം അതിലിപ്പോൾ 7 എണ്ണമായി. ഇനി ഒരു 5 എണ്ണം കൂടി ഉണ്ട്. എവിടേക്ക് പോയി? ഞാൻ കേദാർനാഥ് പോയി, ഉത്തരാഖണ്ഡില്. ഫ്രണ്ട്സുമായിട്ടല്ലേ പോയെ? കേദാർനാഥ് ഫ്രണ്ട്സ് ആയിട്ടാണ് പോയത്. പിന്നെ മഹാരാഷ്ട്രയിൽ 3 എണ്ണം ഉണ്ട്, അവിടെ പോയി. പിന്നെ രാമേശ്വരം, പിന്നെ ഒരെണ്ണം കൂടി ഏതായിരുന്നു, പൂനെയിലൊന്നുണ്ട്, അവിടെ പോയി. അങ്ങനെ. എങ്ങനെ അപ്പം സിംഗിളായിട്ട് പോകുന്നതാണ് ഇഷ്ടം, ഫ്രണ്ട്സായിട്ട് പോകുന്നതാണോ ഇഷ്ടം? രണ്ടും 2 ടൈപ്പാണ്. ഇപ്പോൾ ഇവിടെ അമ്പലത്തിലൊക്കെ പോവാണെങ്കിൽ എനിക്ക് ഫാമിലി ആയിട്ടായിരിക്കും കുറച്ചും കൂടി ഇഷ്ടം. കാരണം അവർക്കും ഇഷ്ടമാണ്, അവർക്കും താല്പര്യമുണ്ട്. കേദാർനാഥ് പിന്നെ കുറച്ചും കൂടി ട്രെക്കിംഗ് ഒക്കെ ഉള്ള ഒരു ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ അമ്മയ്ക്ക് പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടാണ് പ്ലാൻ ചെയ്തത്. പിന്നെ സോളോ ട്രിപ്പ് എനിക്ക് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്ത്, മലേഷ്യയിൽ പോയി. അതെ, അങ്ങനെ ബീച്ചസ് അല്ലെങ്കിൽ മൗണ്ടൻസ് അങ്ങനത്തെ സ്ഥലത്ത് സോളോ ആയിട്ട് പോകാനാണ്. ഒറ്റയ്ക്ക് പോയി അങ്ങ് കിടക്കണം. നമുക്ക് ആരുടെയും മറ്റേ ഇപ്പൊ ഒരാളായിട്ട് നമ്മൾ പോകണമെങ്കിൽ അവരുടെയും കൂടി നമ്മൾ ലൈക്സ് നോക്കണം. അവർ ഓക്കെ ആണോ, എങ്ങനെയാണ്, ഫ്രണ്ട് ആയ തന്നെ ഭർത്താവാണെങ്കിലും അവരുടെ ഒരു അത് ശരിയാണ്, ആ ഒരു എക്സ്പ്രഷൻ ഒന്ന് കാണിക്കണം. രാശിക ഇല്ല, രാശി ഇവിടെ ഇവിടെ ഉണ്ട്. അപ്പൊ അവർക്ക് എന്താ ഇഷ്ടം നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴും 2 പേർക്കും ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യേണ്ടി വരും. അതെ, ശരി. ആ എക്സ്പ്രഷൻ ആരും കണ്ടില്ല, നോട്ട് പോയിന്റ്. അത് മിസ്സായിപ്പോ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ എണീക്കുന്ന ടൈം, എവിടെ കറങ്ങാൻ പോകണം, ഇപ്പോൾ ഇതാണ് ഇഷ്ടം. ബെറ്റർ. ഓക്കെ. അപ്പം നമ്മുടെ ഈ തൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എടുത്ത ഒരു ഡിസിഷൻ പറഞ്ഞേ, ഞാനിതെടുത്തത് ഓക്കെ ആണ്, തെറ്റായില്ല എന്നുള്ളൊരു ഡിസിഷൻ എന്താണ്? അങ്ങനെ പാലിക എല്ലാം തെറ്റായിരുന്നു. നല്ല ഡിസിഷൻ ഐ തിങ്ക് സീരിയലിൽ ജോയിൻ ചെയ്യുന്നത്. കാരണം ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്യാത്തൊരു സംഭവമല്ലേ. എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു ആഗ്രഹം പോലും ഇല്ലായിരുന്നു. ജനാർദ്ദൻ സാറാണ് ഫസ്റ്റ് വിളിക്കുന്നത്. അപ്പോൾ സാറ് വിളിക്കുമ്പോഴും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. സാർ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഫസ്റ്റ് അയച്ചിടാൻ പറഞ്ഞത്. അത് ഞാൻ എടുത്ത് അയച്ചില്ല. പിന്നെ അമ്മയാണ് ഫോഴ്സ് ചെയ്ത് അയച്ചു നോക്കാം, ചെയ്യണ്ടെങ്കിൽ വേണ്ട, ബട്ട് അയക്കും അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അയച്ചത്. അപ്പോൾ അന്ന് വിളിച്ചത് 3 മാസത്തെ ക്യാരക്ടറേ ഉള്ളൂ, സൂയിസൈഡ് ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാണ് വിളിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു ശരി 3 മാസമല്ലേ, എന്തായാലും ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് അമ്മയും ഞാനും അച്ഛനും ഞങ്ങൾ പിന്നെ ഒരു ടൂറുമായി. തിരുവല്ലയിലാണ് ഷൂട്ട്. അപ്പോൾ പാലക്കാടൻ തിരുവല്ല നമുക്കൊരു ഡ്രൈവും ആയി എന്ന് പറഞ്ഞ് അങ്ങനെ പോയതാണ്. അപ്പോൾ തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ എൻ്റർ ചെയ്ത ഒരു ഫീൽഡാണ്. അപ്പം അന്ന് ഞാൻ മേ ബി ആ ഡിസിഷൻ എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം നിൽക്കുന്നിടത്ത് നിൽക്കില്ലായിരുന്നു. കുറേ നേട്ടങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് സീരിയലിൽ ജോയിൻ ചെയ്തതിന് ശേഷം. പഠിക്കുന്നത് ഏതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ? ഗ്രാജുവേഷൻ ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ MBA എടുത്തു. സീരിയലിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ MBA ഫിനിഷ് ചെയ്തു. ഡിസിഷൻ ഓക്കെ ആണെന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും. നാളെ ഒരു സമയത്ത് ഇനി പഠിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ അതും വിട്ടിട്ടില്ല. MBA ചെയ്തു, സൈമൾട്ടേനിയസ്ലി 2ഉം നടക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും എനിക്ക് പഠിക്കണം വീണ്ടും തോന്നിയാൽ ഞാൻ അടുത്തൊരു കോഴ്സ് പഠിക്കും. അപ്പോൾ 2ഉം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഒരു റിഗ്രറ്റ് എനിക്ക് ഉണ്ടാവില്ല. ഈ പാലക്കാട് എന്ന് പറയുമ്പോൾ പാലക്കാട് ഒരു പ്രത്യേക സ്ലാങ് ഒക്കെയാണ്. ഹരിതയ്ക്ക് ആ സ്ലാങ് ഹരിത പാലക്കാടാണെങ്കിലും മുംബൈയിലാണ് ജനിച്ചു വളർന്നതൊക്കെ. അപ്പോൾ എന്തെങ്കിലും ആ ഒരു ഭാഷ പറയാൻ പറ്റുമോ എന്തെങ്കിലും? അയ്യോ, എനിക്ക് അങ്ങനെ അറിയില്ല പാലക്കാട് സ്ലാങ് അങ്ങനെ ഒന്നും. നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നത് ഇതുപോലെയാണ്. അതിൽ സ്ലാങ് വരുന്നുണ്ടോ എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന പോലെ മുംബൈയിലായതുകൊണ്ട് അത് 2ഉം കൂടി മിക്സ് ആയിട്ടാണ് വരുന്നത്. മുംബൈ ആണോ ഇഷ്ടം, നമ്മുടെ ഈ നാടാണോ ഇഷ്ടം? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് കുറച്ച് ദിവസം ഇവിടെ, കുറച്ച് ദിവസം അവിടെ നിൽക്കുമ്പോൾ ഇവിടെ വരാൻ തോന്നും, ഇവിടെ നിൽക്കുമ്പോൾ അവിടെ പോകാൻ തോന്നും. അങ്ങനെ ആ 2ഉം വേറെ വൈബാണ്. മുംബൈ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സോഷ്യൽ ലൈഫാണ്.
ആരും മൈൻഡ് ആക്കാറില്ല, കുറച്ചും കൂടി ഫ്രീഡം ഉണ്ട്. ഇവിടെ അതില്ല. ഇവിടെ കുറച്ചും കൂടി ആൾക്കാർക്ക് അവിടെ എന്ത് നടക്കുന്നു, അവരുടെ ലൈഫിൽ എന്ത് നടക്കുന്നു അതറിയാൻ വേണ്ടി ഒരു താല്പര്യം ഇവിടെ ഉണ്ട്. അവിടെ അതൊന്നും ഇല്ല. എല്ലാവർക്കും അവരവരുടെ കാര്യം. പക്ഷെ കാണുമ്പോൾ എല്ലാവരും നല്ല ചില്ലടിക്കും. അപ്പൊ ഇനി ഉടനെ ഫിലിമിൽ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ? ഇങ്ങനെ അത് ഫോക്കസ് ചെയ്യാം എന്നുള്ളൊരു വിളിച്ചാൽ അത്രേ ഉള്ളൂ. അപ്പൊ പറയും ആരെങ്കിലും എന്നെ കാസ്റ്റ് ചെയ്യണം, നല്ലൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ നായികയായിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷെ ചിലവരെ മറ്റേ ഈ ക്യാരക്ടർ തന്നെ നായികയായിട്ടാണ് കേട്ടോ, നല്ല പേയ്മെന്റ് ഉണ്ട് കേട്ടോ. പക്ഷെ പിന്നെ വേറൊരു പോയിന്റ് കൂടി വരും. അതാ പ്രശ്നം. അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതല്ല, പക്ഷെ എനിക്കത് അക്സെപ്റ്റബിൾ അല്ല. നമുക്ക് നമ്മുടെ ടാലന്റ് കണ്ടിട്ട് വിളിക്കുകയാണെങ്കിൽ വിളിച്ചാൽ മതി എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യണം. ഈ ഡാൻസ് ഒക്കെ ഇപ്പോഴും ഉണ്ടോ? എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? വേറെ എന്തെങ്കിലും സ്ഥിരമായിട്ട് ഇല്ല. ഇതുപോലെ റീൽ എടുക്കുന്നതൊക്കെ ഉള്ളൂ. പിന്നെ ഏതെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ അത് പോയി അറ്റൻഡ്. ഇടയ്ക്ക് അത് കണ്ടു. കൊച്ചിയിലായിരുന്നു. അവർ ശരിക്കും മുംബൈ ബേസ്ഡ് ആണ്, പക്ഷെ അവര് പലയിടത്തും ഇങ്ങനെ വർക്ക്ഷോപ്പ് നടത്താറുണ്ട്. അപ്പൊ അങ്ങനെ കൊച്ചിയിൽ നടത്തുമ്പോൾ ഞാൻ നാടോടികളാണോ അങ്ങനെ. പിന്നെ ഇപ്പൊ നമുക്ക് ഷോസ് ഒക്കെ വരുന്നോണ്ട് അതിൽ പെർഫോമൻസ് ഉണ്ടാവും. അപ്പൊ അതിന് പോവും. അത്രേ ഉള്ളൂ. അല്ല ഫിലിമൊക്കെ കാണാറുണ്ടോ? എൻ്റെ അടുത്ത് ഈവൻ ഏതെങ്കിലും സീന് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഡയറക്ടർ ഇങ്ങനെ പറയും, റെഫറൻസ് പറയുമല്ലോ ആ പടത്തില് അതുപോലെ. അപ്പൊ ഞാനിങ്ങനെ വാമ്പൊളിച്ച് നിൽക്കും, ഏത് പടം എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ പറയും എന്തൊരു കിഴങ്ങ്. ഇനിയെങ്കിലും സിനിമ കണ്ടു തുടങ്ങണേ, ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ നിങ്ങൾ കാണണം. അതെന്റെ വലിയൊരു നെഗറ്റീവ് പോയിന്റ് ആണെന്ന് എനിക്കറിയാം. അല്ല, അതങ്ങനെ പറയാറുണ്ട്. പഴയ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കുറേ സംഭവങ്ങൾ അതിൽ നിന്ന് കിട്ടാനുണ്ട്. അപ്പൊ നമ്മളൊന്നും അധികം പഴയ സിനിമകൾ കണ്ടിട്ടില്ല, അതാണ് സത്യം അല്ലേ? ഞാൻ ഹിന്ദി മൂവീസ്, പക്ഷെ ഈ കിലുക്കം, മണിച്ചിത്രത്താഴ് അങ്ങനത്തെ മൂവിയൊക്കെ നമുക്ക് അതിലുള്ള ഏത് സീൻ പറഞ്ഞാലും നമുക്കത് ബൈഹാർട്ടാണ്. എന്നാൽ അതിന്നും പഴയ സിനിമകളുണ്ട്. അത് കാണാത്തത് കൊണ്ട് ചില സീനുകൾ വരുമ്പോൾ ഇതുപോലെ ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്, എന്ത് കഷ്ടം, ഈ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ഈ സിനിമ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് വളരെ മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്, അത് ശരി, വളരെ കറക്റ്റാണ്. പക്ഷെ സിനിമ അത്രയും പാഷനായിട്ടായി നോക്കുന്ന ആൾക്കാർ എല്ലാ സിനിമയും കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ പറയുന്ന അരുൺ ചേട്ടൻ പുള്ളി എല്ലാ സിനിമയും കാണും. അപ്പൊ എനിക്ക് പറഞ്ഞുതരും ഇങ്ങനെ ഈ സിനിമ ഇത് പോയി കാണും എന്നൊക്കെ റെഫർ ചെയ്ത് തരും. നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യാറുണ്ടോ? സീൻ വായിച്ചിട്ട് ഈ സീൻ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാറുണ്ടോ? തുടക്കത്തിൽ അത് ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ടെലികാസ്റ്റ് ആവുന്നതിന്റെ മുമ്പ് അത്രയും നമുക്ക് സീൻ നേരത്തെ കയ്യിൽ തരും. അന്ന് പ്രോംപ്റ്റിംഗ് ഇല്ലായിരുന്നു. സിനിമ മോഡിലാണ് എടുത്തോണ്ടിരുന്നത്. പ്രോംപ്റ്റിംഗ് ഇല്ലാതെ ഡയലോഗ് പഠിച്ച് ചെയ്യണം. അപ്പൊ നമ്മൾ രണ്ടുപേരും ഇരുന്ന് അത് പഠിക്കും. എനിക്ക് വായിക്കാൻ അറിയില്ല. അപ്പൊ പുള്ളിയാണ് എനിക്ക് സീനൊക്കെ അധികം വായിച്ചു തരാറ്. അപ്പൊ അങ്ങനെ വായിച്ചിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യും എങ്ങനെ ചെയ്യണം എന്നൊക്കെ. ഇപ്പൊ അതിനുള്ള ടൈം ഇല്ല എന്നുള്ളതാ. നമുക്ക് അറിയാലോ സീരിയൽ എങ്ങനെയാണെന്ന്, ബാക്ക് ടു ബാക്ക് സീൻസ് പോകണം. അപ്പൊ ജസ്റ്റ് വായിക്കും നമ്മൾ, പക്ഷെ പ്ലാൻ ചെയ്യാനുള്ളൊരു ടൈം കിട്ടും. അപ്പൊ ഈ കോസ്റ്റ്യൂം ഒക്കെ എവിടെ നിന്നാണ് എടുക്കുന്നത് സീരിയലിന് വേണ്ടിയുള്ള? അധികവും മുംബൈയിൽ നിന്നാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഈ ചെമ്പരത്തിയിലൊന്നും എനിക്ക് കോസ്റ്റ്യൂം അധികം എടുക്കേണ്ടി വന്നിട്ടില്ല. സാരി ആയിരുന്നു, അമ്മയുടെയും സാരിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഇത്രയും വർഷം. പക്ഷെ ഇതില് ചുരിദാർ ഒരു വേറൊരു ലുക്ക് ഞാൻ പ്ലാൻ ചെയ്തു. ഇത് ഇങ്ങനെ വെക്കാം, ഒരു നാടൻ ലുക്ക്. അവര് പറഞ്ഞില്ല? അപ്പൊ അവരൊരു റെഫറൻസ് അയച്ചു തന്നു. പക്ഷെ പൊട്ട റെഫറൻസ് ആയതുകൊണ്ട് ഞാൻ തിരിച്ചവർക്ക് അയച്ചു കൊടുത്തു. കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ തിരിച്ചയച്ചു കൊടുത്തു, ഇങ്ങനെ പ്ലാൻ ചെയ്താലോ? അപ്പൊ അവര് ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ മുംബൈയിൽ നിന്നാണ് ഞാൻ അധികം എടുക്കുന്നത്. പാലക്കാടും ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്നും എടുക്കും. പക്ഷെ ഞാൻ അധികം സ്പെൻഡ് ചെയ്യില്ല കോസ്റ്റ്യൂം. അതറിയാം. ലെസ് ദൻ 500 വരെ ഒന്നും എത്തില്ല. നമുക്ക് നഷ്ടമാണേ. പിന്നല്ലാതെ, കാരണം അത്രയും യൂസ് ചെയ്യണം, അത്ര അയൺ ചെയ്ത് എന്തായാലും നശിക്കും. വീണ്ടും യൂസ് ചെയ്യാൻ പിന്നെ നമ്മൾ യൂസ് ചെയ്യത്തൂല്ല. അതുകൊണ്ട് മാക്സിമം കുറവ് റേറ്റിലുള്ളതാണ് ഞാൻ പർച്ചേസ് ചെയ്യണം. ഏതെങ്കിലും ചീത്തവിളി കിട്ടിയിട്ടുള്ള ഏതെങ്കിലും സീൻ ഉണ്ടോ? ഡയറക്ടറിൻ്റെ നിന്ന് ചെയ്തത് ശരിയാവാതെ വന്നിട്ട് ചീത്തവിളി കിട്ടിയിട്ടുണ്ടോ? അയ്യോ ഇല്ല കേട്ടോ, ഇതില് കിട്ടിയിട്ടില്ല. പിന്നെ ഫസ്റ്റ് ചെമ്പരത്തിയില്ലേ സാർ, ജനാർദ്ദൻ സാറുള്ള സമയത്ത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു 1 വീക്കിലുണ്ടായൊരു സംഭവമാണ് തോന്നുന്നു. ഏതോ ഒരു സീന് കുറേ ടേക്ക് പോയി. എനിക്ക് ഏതാണെന്ന് ആരുടെ കൂടെ ഓർമ്മയില്ല. കുറേ ടേക്ക് പോയി. എന്നിട്ട് സാർ ലാസ്റ്റ് സൈകെട്ട് എൻ്റെ അടുത്ത് വന്ന് എന്നിട്ട് എൻ്റെ തോളിൽ ഇങ്ങനെ കൈ ഇട്ടിട്ട് എന്നെ സൈഡിൽ കൊണ്ടുപോയി. ഞാൻ വിചാരിച്ചു കൊള്ളാം എന്ന് പറയാനായിരുന്നു. സൈഡിൽ കൊണ്ടുപോയിട്ട് കുട്ടിപ്പ് ചെയ്തത് മോശമല്ല, വളരെ മോശമായിരുന്നു. ഞാൻ ആകെ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം
ഒന്നാമത് എനിക്ക് സത്യമായിട്ടൊന്നും അറിയില്ല, ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല ഈ ഫീൽഡിൽ വരണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ചെയ്തത് മോശമായി പോയി എന്ന് പറയുമ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതി എന്ന് തോന്നി. അപ്പോൾ ആ ദിവസം എനിക്ക് മറക്കാൻ പറ്റൂല. ഏതൊരു ദിവസം കരഞ്ഞില്ലായിരുന്നോ ചെമ്പരത്തിയിൽ? കരഞ്ഞിട്ടുണ്ട്. അതെന്തിനായിരുന്നു? അത് ഇതുപോലെ എന്തെങ്കിലും ആയിരിക്കും. അന്ന് നമ്മുടെ ഷാജി ചേട്ടൻ എന്തോ പറഞ്ഞിട്ടാണ്. അല്ല, ഐഷു മാം എന്തോ വഴക്ക് പറഞ്ഞു, അങ്ങനെ എന്തോ ഐഷു എന്തോ പറഞ്ഞിട്ടാണോ? നീ കരഞ്ഞിട്ട് വന്നില്ലായിരുന്നോ നമ്മുടെ താഴത്തെ വീട്ടില്? എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ എന്തോ ഞാൻ ഇനി ചെയ്യുന്നില്ല, എനിക്കിനി വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചോദിച്ചാൽ അതെന്ത് പറ്റി, കാര്യം എന്താന്ന് പറയും. ഇല്ല, എനിക്കിത് ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ, അങ്ങനെ എന്തോ കരഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് കരയും. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്കിവിടെ അധികം ലേറ്റ് നൈറ്റ് ഒരു ടൈമിൽ പോയിട്ടുണ്ടായിരുന്നു, എപ്പിസോഡ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനെ ഭയങ്കര സ്റ്റേൺ ആയിട്ട് പറയാനും അറിയില്ല. 9:30 വരെ ഞാൻ നിൽക്കുള്ളൂ, അതിന് നിൽക്കില്ല, അങ്ങനെ എനിക്ക് പറയാൻ ആയില്ല. നമ്മളിപ്പോ ഇത്രയും ഹരിത ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സീൻ പറയും, മെമ്മറിയിലുള്ള ഒരു സീൻ. ഐ തിങ്ക് ഇപ്പൊ റീസെന്റ് ചെയ്തുകൊണ്ടായിരിക്കും അച്ഛൻ, നമ്മുടെ ഈ പുഴയും കിടന്ന സീരിയലിൽ അച്ഛൻ്റെ കഥാപാത്രം മരിക്കുന്നതാണല്ലോ അച്ഛൻ ഈ സീരിയലിൽ. അപ്പോൾ ആ മരണം, ആ ഒരു സീക്വൻസ് ഫുള്ളും എനിക്ക് ഞാൻ നന്നായി പെർഫോം ചെയ്തു എന്നും തോന്നിയിട്ടുള്ളതാണ്. എനിക്ക് ഒരിക്കലും അതിന് വിട്ട് വരാൻ എനിക്ക് കുറേ സമയം എടുത്തു. കാരണം നമ്മൾ അത്രയും ഇൻറ്റൻസ് ആയിട്ടാണ്. ഇപ്പോൾ അന്ന് വെച്ച ആ ഒരു അഗർബത്തിൻ്റെ മണം അടക്കം അടിച്ചാൽ എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വരുന്നത്, ആ ഒരു മരണം സീക്വൻസ്. കാരണം ഈ ഒരു കുട്ടിയുടെ എൻഗേജ്മെൻറ്റ് ദിവസമാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ മരണത്തിന് കാരണം പോലും ഞാനാണ് എന്ന് പറഞ്ഞ ഒരു സീൻ ഉണ്ടായിരുന്നു. ഭയങ്കര ബ്രോക്ക് ഡൗൺ ആയിട്ടുള്ള ഒരു ഇമോഷണൽ ആയിട്ട്. അപ്പോൾ അതാണ് എനിക്കിപ്പോൾ പെട്ടെന്ന് അത് കണ്ടപ്പോൾ നമുക്കത് ഫീൽ ചെയ്തു. കാരണം അച്ഛൻ്റെ തോന്നില്ല വേറെ ഏത് സീരിയലും മരണം ഇത്രയും ലെന്തി ആയിട്ട് പ്രോപ്പർലി ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന്. എല്ലാവരും ഡെഡ് ബോഡി കാണിക്കും അത്രേ ഉള്ളൂ, പക്ഷെ ഇത് ഫുള്ളും അവർ പോയി കത്തിക്കുന്ന വരെയും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് വലിയൊരു കോയിൻസിഡൻസ് എന്താ വെച്ചാൽ എൻ്റെ വലിയച്ഛൻ, അച്ഛൻ്റെ ചേട്ടൻ അന്നാണ് മരിച്ചത്. ഇത് റിയൽ ആയിട്ട് നമ്മൾ ഈ ചിത കത്തിക്കുന്ന ദിവസം അതേ ദിവസമാണ് മരിച്ചത്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം നമ്മൾ അറിഞ്ഞു. അപ്പോൾ എനിക്ക് പാലക്കാട് വരെ പോയിട്ട് വരേണ്ടി വന്നു. ഞാൻ രാത്രി പോയി രാവിലെ വന്നു, ഫ്ലൈറ്റിൽ വരിക ചെയ്തു, അങ്ങനെ ചെയ്തു. അപ്പം വന്നതിന് ശേഷം അവിടെ ചിത കൊളുത്തുമ്പോൾ ഇവിടെ ഞാൻ അച്ഛൻ ചിത കൊളുത്തുന്നത്. അത് ഭയങ്കര ഇമോഷണലായ ചില സീൻസുകൾ അങ്ങനെ വരും നമ്മുടെ ലൈഫായിട്ട് സാമ്യപ്പെട്ട് വരും. അങ്ങനെ അപ്പോൾ അതാണ് എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്നത്. പിന്നെ ചെമ്പരത്തിയിലെ ഒരു സീന്, മറ്റേ സ്റ്റെപ്പിന് ഇങ്ങനെ ഉരുണ്ട് ഓർമ്മയുണ്ട്, പിന്നെ മറക്കത്തില്ല. അത് ഈ ഇടയ്ക്ക് നമ്മുടെ ഏതോ ഒരു സീരിയലിൽ ഇങ്ങനെ സ്റ്റെപ്പിന്ന് താഴെ വീഴുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അത് ഏത് സീരിയലാണ് ഞാൻ ഓർക്കുന്നത്, ഞാൻ ലാസ്റ്റ് ചെയ്ത സീരിയൽ പൂക്കാലമാണെന്ന് തോന്നുന്നു. ആ സീരിയലിൽ ഇങ്ങനെ മേളിൽ നിന്ന് താഴെ പൂക്കാലം, യെസ്, പൂക്കാലത്തിൽ അവനെ പിടിച്ച് തള്ളുകയാണ്. ഉരുണ്ട് വീഴണ്ടെന്ന് പറഞ്ഞു സാറ്. റൗണ്ട് ചെയ്ത് താഴെ വന്ന് ഒരാളുടെ കയ്യിൽ ഇങ്ങനെ വന്ന് വീഴണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഈ കാര്യം പറഞ്ഞു. പിന്നെ അവനോട് പറഞ്ഞു, ഇല്ലടാ ഈസിയാണ് ഇത്, നമ്മൾ പെണ്ണുങ്ങളായിട്ടുള്ള ഒരു ഹരിത എന്നുള്ള കുട്ടി ഇങ്ങനെ ചെയ്തു, സേഫ്റ്റിയാ പറഞ്ഞത്, പിടിച്ച് നിനക്ക് കറങ്ങിയാൽ മതി, നീ സ്പീഡ് കുറച്ചാൽ അവരെന്തെങ്കിലും ട്രിക്ക് കാണിക്കും, ധൈര്യമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അത് 2-3 ടേക്ക് പോയി, എന്നാലും അത് ചെയ്തു. അപ്പം ഞാൻ അത് ഓർത്തു. എന്തൊക്കെയാ ഹോബീസ്? ബുക്ക് വായിക്കും. പിന്നെ ഏത് ബുക്ക്? ബാലരമ? കളിക്കും? വായിക്കാൻ അറിയില്ല. അത് ഇംഗ്ലീഷ് ഇല്ല. അത് ബാലരാമ ഒന്നും ഞാൻ വായിച്ചിട്ടില്ല അതുവരെ. ബാലരാമോ അല്ല, ബാലരമ. ബാലരമ അതൊന്നല്ല. വേറെ നോവൽസ് വായിക്കും ഇംഗ്ലീഷില്. എന്ത് നോവലാ? എന്ത് നോവൽ എന്ന് പറഞ്ഞാൽ ഫിക്ഷൻ അല്ലെങ്കിൽ നോൺ ഫിക്ഷൻ. വായിച്ചിട്ട് എന്ത് കിട്ടി? വായിച്ച് നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ബെറ്റർ ആവും. ഇംഗ്ലീഷ്. അപ്പൊ ഹിന്ദി എനിക്ക് എന്തായാലും നോക്കണം. എനിക്ക് ഹിന്ദിയിൽ സുമി ഏതൊക്കെയോ വാക്ക് പഠിച്ചു. റുക്കു, അരെ റുക്കൂന, ആവോന. അമ്മേനെ വിളിക്കുന്നത് റുക്കൂന. അത് എന്താ വെച്ചാൽ അമ്മ എന്നെ എന്തിനു വിളിച്ചാൽ ഞാൻ റുക്കോന നിക്ക് എന്ന് പറയും. അത് കേട്ടിട്ട് സുമി വിചാരിക്കുന്നത് അമ്മേനെ റുക്കൂന്ന് വിളിക്കുന്നത്. അമ്മയെ റുക്കൂന്ന വിളിക്കുന്നത്. ഇപ്പൊ ഞാൻ റുക്കൂന്ന വിളിക്കുന്നത്, സേവ് ചെയ്തിട്ടിരിക്കുന്നത് റുക്കൂന്ന. റുക്കു വരുതാ. അപ്പൊ ഇന്ന് അമ്മ അടുത്ത് ഞാൻ പറഞ്ഞു ഇന്റർവ്യൂ എടുക്കാൻ പോകണം. സുമി ഇന്റർവ്യൂ അല്ല, അതൊരു പുച്ഛം. അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും. നമുക്ക് ഇന്റർവ്യൂ എന്ന് പറയാൻ പറ്റില്ല. കോൺവെർസേഷൻ. കുറച്ച് സൈക്കിൾ കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് എന്തിനാ മതി, ഭയങ്കര മടിയായിട്ടോ വരാതെ. അപ്പൊ പിന്നെ ഇതിവിടെ വർക്കൗട്ട്
വർക്കൗട്ട് കഴിഞ്ഞിട്ട് ആ ടൈമിൽ പോയാൽ പോരെ? രാവിലെ വരണ്ട ഈ 5 മണിക്കൊക്കെ. രാത്രി ലേറ്റായി പോകുമ്പോൾ എന്ത് ചെയ്യും? ലേറ്റ് നൈറ്റ് പോയാൽ പറ്റില്ല. അപ്പോൾ അതിനൊരു പ്രശ്നം. എവിടെ ലൊക്കേഷൻ? ട്രിവാൻഡ്രം അല്ലേ? അപ്പോൾ ട്രിവാൻഡ്രത്താണ്, പക്ഷെ എല്ലാം മറ്റേ അണ്ടിയൂർ കോണം. അണ്ടിയൂർ കോണം ആ സ്ഥലത്ത് നിന്ന് എന്ന് അണ്ടൂർ കോണം, നോട്ട് അണ്ടി, അണ്ടൂർ. അണ്ടൂർ കോണം ഇവിടുന്ന് ഒരു 45 മിനിറ്റ്സ് എങ്കിലും ഉണ്ട്. എന്നാലും ബ്ലോക്ക് ഉള്ള ടൈമാണെങ്കിൽ ഫസ്റ്റ് സീനിലുണ്ടാവും. എനിക്ക് അധികം എന്നെ ഫസ്റ്റ് സീനിലിടും. പെട്ടെന്ന് റെഡി ആവുന്നുണ്ട്. അതെ അതെ. ഞാൻ പെട്ടെന്ന് 20 മിനിറ്റ്സിൽ ഞാൻ റെഡി ആവും. പക്ഷെ 1 അവറെങ്കിലും നമ്മൾ വർക്കൗട്ട് ചെയ്യണം. അങ്ങോട്ടുള്ള ലൈഫിൽ നമുക്ക് വർക്കൗട്ട് മസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. നമ്മുടെ ഏജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, അങ്ങോട്ടല്ലേ ചവിട്ടുന്നത്? ആണോ? അയ്യോ, എനിക്ക് എന്ത് പറ്റി? അങ്ങോട്ടല്ലേ ചവിട്ടുന്നത്? നേരത്തെ ഞാൻ തിരിച്ചാ ചവിട്ടിയെ. നമ്മൾ വർക്കൗട്ട് ചെയ്യണം ലൈഫിൽ നോക്കുമ്പോൾ തിരിച്ചു എൻ്റെ പ്രേക്ഷകരെ തന്നെ സൂക്ഷിക്കുക, സെൽഫ് പാമ്പർ, സെൽഫ് കെയർ ചെയ്യുക എന്നുള്ളതാണ്. അതിലിപ്പോൾ എല്ലാം പെടും. ബോഡി കെയർ, സ്കിൻ കെയർ എല്ലാം അതിൽ പെടും. ഹെയർ കെയർ, അത് ഇത് എല്ലാം. ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടല്ല, ആർട്ടിസ്റ്റ് അല്ലെങ്കിലും നോർമൽ ഹ്യൂമൻസ് ഓൾസോ ഇന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ ഫുഡ് അങ്ങനത്തെ ആയതുകൊണ്ട്, ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അങ്ങനത്തെ ആയതുകൊണ്ട് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു എന്തെങ്കിലും ഒരു രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. അതിപ്പോൾ നടക്കാൻ പോവുകയാണെങ്കിലും കുഴപ്പമില്ല. കുറച്ച് പ്രായമായ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ജിം എല്ലാവർക്കും പറ്റണം എന്നില്ല. യോഗ എങ്കിൽ യോഗ, പിലാറ്റേസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് നടക്കാൻ പോവുക, ഡാൻസ് ചെയ്യുക, സൂംബ, എന്തെങ്കിലും നമ്മൾ ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന എനിക്കത് പറയാനുള്ള റൈറ്റ്സും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാതിരുന്നത്. അപ്പോൾ ലൈക്ക് ആൻഡ് ലൈവിലെ എല്ലാ പ്രേക്ഷകർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. ബൈ.